നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന് മുന്നിൽ വെച്ച വികസനത്തിന്റെ പുത്തൻ രാഷ്ട്രീയത്തിന് പിന്തുണ നൽകാനാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 6 പതിറ്റാണ്ടുകളോളം 6-7 പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് ഭരണം നടത്തിയവർക്ക് സാധിച്ചതിന്റെ എത്രയോ ഇരട്ടി 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ തൊട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉറപ്പുവരുത്തുന്ന നിരവധി പദ്ധതികൾ വരെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കപ്പെട്ടു. എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടും സുതാര്യമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ഭരണം, ആ ഭരണം നടപ്പാക്കാനുള്ള പ്രതിബദ്ധത, രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനുള്ള നിർബന്ധ ബുദ്ധി, ആ നിർബന്ധ ബുദ്ധിയാണ് ഇതെല്ലാം സാധ്യമാക്കിയിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള വികസന ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ പലരും പറഞ്ഞു, തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം നേരിട്ട് നൽകാനുള്ള നടപടി ഉണ്ടാകണം. ക്ഷേമ പെൻഷൻകാരും പലരും പറഞ്ഞത് ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം നേരിട്ട് നൽകണം. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അത് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ജൻധൻ അക്കൗണ്ടുകൾ തുറന്നത്. നരേന്ദ്രമോദി ഭരണം ഏറ്റെടുത്തപ്പോൾ ഈ രാജ്യത്തെ 10 കോടി ആളുകൾക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി പറഞ്ഞത്, ഡൽഹിയിൽ നിന്ന് 100 രൂപ അയക്കുമ്പോൾ 15 രൂപ മാത്രമേ അത് ആർക്ക് വേണ്ടിയാണോ അയച്ചത് ആ ആളുടെ അക്കൗണ്ടിൽ എത്തുന്നുള്ളൂ, ബാക്കിയുള്ള പണം ഇടക്ക് വെച്ച് ചോർന്നു പോവുകയാണ്. നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തപ്പോൾ ആ സ്ഥിതി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള തീരുമാനമെടുത്തു. 67 കൊല്ലം കൊണ്ട്, നിങ്ങൾ ഓർക്കണം, 67 കൊല്ലം കൊണ്ട് 10 കോടി അക്കൗണ്ട് തുടങ്ങിയ സ്ഥാനത്ത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 40 കോടി പുതിയ അക്കൗണ്ട് തുറന്നു. 40 കോടി 67 കൊല്ലം കൊണ്ട് നേടിയതിന്റെ 4 ഇരട്ടി 10 കൊല്ലം കൊണ്ട് അക്കൗണ്ട് തുറന്നു. എന്താ അതുകൊണ്ട് ഗുണമുണ്ടായത്? നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ 5,31,000 സഹോദരിമാർ ജൻധൻ അക്കൗണ്ട് പുതുതായിട്ട് തുടങ്ങി. 5,31,000 പേർ അവർക്ക് നേരിട്ട് സർക്കാരിന്റെ ആനുകൂല്യങ്ങളായ അക്കൗണ്ടിലേക്ക് വരുന്നു. കോവിഡ് കാലത്ത് അടക്കം വന്നു. അപ്പൊ പാവപ്പെട്ട വീട്ടമ്മമാരടക്കം ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമസ്ഥരായി. ഈ അക്കൗണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് അവന്റെ ജീവിതം, ആ ജീവിതം മെച്ചപ്പെട്ട ജീവിതമാക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ അക്കൗണ്ടിന്റെ ചർച്ച വരുമ്പോ ഇന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കരുവന്നൂരിലെ ബാങ്ക് വെട്ടിപ്പിൽ, ആ വെട്ടിപ്പിൽ തട്ടിയെടുത്ത, വെട്ടിപ്പ് നടത്തിയ പണം, ആ പണമാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിൽ തൃശൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 രഹസ്യ അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടി തുറന്നിരിക്കുന്നു എന്നാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടില്ലാത്ത 21 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ
ആ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജൻധൻ അക്കൗണ്ടുകൾ വന്നതോടുകൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ ബാങ്കിംഗ് മേഖലയിൽ മുൻനിര രാജ്യമായിട്ട് മാറി. അതുവരെ ലോകം മുഴുവൻ കണക്കാക്കിയിരുന്നത് ഇന്ത്യ ദരിദ്ര രാജ്യമാണ്. ഇന്ത്യ അങ്ങേയറ്റം ദാരിദ്ര്യം പിടിച്ച ആളുകളുടെ രാജ്യമാണ്. ആ സാഹചര്യത്തിൽ മാറ്റം വന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ആയുഷ്മാൻ ഭാരത് പദ്ധതി, പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അതോടൊപ്പം നമ്മുടെ ജനൌഷധി കേന്ദ്രങ്ങൾ. ഇന്ന് മരുന്ന് വാങ്ങുന്നതിന്റെ പേരിൽ മരുന്ന് വാങ്ങി കുടുംബം കടക്കണിയിലായിരുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് മരുന്ന് വാങ്ങിയതിന്റെ പേരിൽ ആരും കടക്കണിയിലാവുന്നില്ല. കാരണം ചുരുങ്ങിയ വിലക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ അതിനുതകുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ആശാ വർക്കർമാരെ, അംഗൻവാടി ജീവനക്കാരെ, അവരെ മുഴുവൻ തന്നെ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. ഈ കേരളത്തിൽ 26,448 ആശാ വർക്കർമാർ, 66,101 അംഗൻവാടി ജീവനക്കാർ, ഇവർക്കൊക്കെ ഇനി മുതൽ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം, ആ ചികിത്സാ സഹായം ലഭിക്കും. മാത്രമല്ല അവരുടെ ഓണറേറിയത്തിൽ അടക്കം വർധനവ് വരുത്തി. അംഗൻവാടി ആശാ വർക്കർമാർ സമൂഹത്തിൽ ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള സേവനം നടത്തുന്നവരാണ്. ഇന്നത്തെ പത്രത്തിൽ ഒരു കാർട്ടൂൺ കണ്ടു. മാർക്സിസ്റ്റ് പാർട്ടി പരിപാടിക്ക് ആള് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളില്ലാതാവരുത്, അതുകൊണ്ട് അവരെ കൊണ്ടുവന്നിരുത്തുക. കാരണം അവർക്ക് എവിടെയും എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ മന്ത്രിമാരുടെ സദസ്സിൽ ആള് നടക്കാൻ വേണ്ടിയിട്ട് കൂലിക്ക് വിളിക്കുന്ന ആളുകളായിട്ടല്ല കാണുന്നത്. അവര് ഈ നാടിന് വേണ്ടിയിട്ട് സ്തുത്യർഹമായിട്ടുള്ള സേവനം നടത്തുന്നവരാണ്. നമ്മുടെ നാട്ടിൽ വിനോദസഞ്ചാര മേഖല, ആ വിനോദസഞ്ചാര മേഖലയിൽ എത്രയെത്ര പുതിയ പദ്ധതികൾ ഉണ്ടായി. തീർത്ഥാടന ടൂറിസം, ശിവഗിരി തീർത്ഥാടന സർക്യൂട്ടിൽ അനുവദിച്ചത് 66 കോടി. സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ആറന്മുള, ശബരിമല പൈതൃക ടൂറിസം പദ്ധതിക്ക് 73 കോടി. പക്ഷെ നമ്മുടെ നാട്ടിലെ അരുവിക്കര, മാറനല്ലൂർ ടൂറിസം പദ്ധതിയുടെ സ്ഥിതി എന്താ? നമ്മുടെ മുഖ്യമന്ത്രി 5 കൊല്ലമായിട്ട് മുമ്പേ പ്രഖ്യാപിച്ചതാ, MLA നേരിട്ട് പ്രഖ്യാപിച്ചതാ. മാറനല്ലൂർ അരുവിക്കര ടൂറിസം പദ്ധതി എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മോദി ജനിക്കുന്നു, കേന്ദ്രം ജനിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരായിട്ട് കേസ് കൊടുക്കാൻ, അതിന് സുപ്രീം കോടതിയിലെ വക്കീലിന് കൊടുക്കാൻ 2.5 കോടി ചെലവാക്കാൻ മടിയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ മറിയക്കുട്ടിയെ പോലെയുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും അവർക്ക് പെൻഷൻ കൊടുക്കാൻ 1,600 രൂപ അവരുടെ കയ്യിൽ. 1,600 രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾ 2 കോടി രൂപ സുപ്രീം കോടതിയിലെ വക്കീലിന് കൊടുക്കുക. അതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ സ്ഥിതിയില്ലാത്ത നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ കളിക്കാൻ വേണ്ടി, കുളിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വസതിയിൽ നീന്തൽക്കുളം ഉണ്ടാക്കിയിരിക്കുക. നീന്തൽക്കുളം. ഇവിടെ ആൾക്കാർ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. ഈ കേരളത്തിൽ ഇപ്പൊ ഇന്ന് ഞാൻ വരുന്ന സമയത്ത് കിട്ടിയൊരു വിവരം, വാമനപുരം ആർ ഉണങ്ങി തുടങ്ങി, വരണ്ടു തുടങ്ങി. നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളം കിട്ടുന്നത് വാമനപുരം ആറിലെ വെള്ളമാണ്. ആ ആറടക്കം വെള്ളം പറ്റുന്ന വരണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം, അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സ്ഥിതി ഒരു വശത്ത് നിൽക്കുമ്പോ മുഖ്യമന്ത്രിയുടെ മകന് വേണ്ടിയിട്ട് നീന്തൽ കുളത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കാൻ പണമില്ലാത്ത പ്രശ്നമില്ല. അതോടൊപ്പം
ബഹുമാന്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ പ്രത്യേകത പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്ന സർക്കാരാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ വ്യാജ റിക്രൂട്ടിംഗ് കേസുകാരുടെ കടിയിൽപ്പെട്ട് യുദ്ധഭൂമിയിലേക്കടക്കം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ കേരളത്തിൽ ആർക്കാ നിയമനം നൽകുന്നത്? പിൻവാതിൽ നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവൻ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര ഏജൻസികൾ അംഗീകരിക്കുന്ന അവരുടെ റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ ഈ സർക്കാരിന്റെ ആദ്യത്തെ 3 വർഷം മാത്രം ഏതാണ്ട് 2 മുതൽ 3 കോടി വരെ ആളുകൾക്ക് തൊഴിൽ കിട്ടിയെന്നാണ്. ഓരോ 2 3 ഓരോ വർഷവും അങ്ങനെ കോടിക്കണക്കിന് ആളുകൾക്ക് നിരവധി പുതിയ തൊഴിലുകൾ സർക്കാർ ജീവനക്കാരടക്കം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എല്ലാ മാസവും 10 ലക്ഷം യുവാക്കൾക്ക് സർക്കാർ ജോലി നൽകുന്ന പദ്ധതി, ആ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 കൊല്ലക്കാലത്തിനിടയിൽ ഏതാണ്ട് 90 ലക്ഷം ആളുകൾക്കാണ് ഈ രീതിയിൽ സർക്കാർ ജോലി തന്നെ നൽകിയിട്ടുള്ളത്. തൊഴിൽ മേളകൾ, അതോടൊപ്പം തന്നെ പരമ്പരാഗത വ്യവസായങ്ങൾ നൽകിയിട്ടുള്ള പ്രോത്സാഹനം, നമ്മള് വിശ്വകർമ്മ യോജന, ആ വിശ്വകർമ്മ യോജന അതിന്റെ അടിസ്ഥാനത്തിൽ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപാദന മേഖല, മനുഷ്യ വിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തൽ, ഇതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മലയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന് അടുത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ നാവായിക്കുളത്ത് നിന്ന്, വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളത്തേക്കുള്ള ഔട്ടർ റിംഗ് റോഡ് പോകുന്നത്. ഈ ഔട്ടർ റിംഗ് റോഡിന്റെ പേരിൽ, അതിന്റെ പേരിൽ ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാത്തതിന്റെ പേരിൽ ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രദേശത്തെ ജനങ്ങളിൽ ചിലർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആർക്കും വോട്ട് ചെയ്യില്ല. ആർക്കും വോട്ട് ചെയ്യാത്തത് കൊണ്ട് ആർക്കാ പ്രയോജനം? വോട്ട് ചെയ്യണം. ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ഈ പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈയെടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈയെടുക്കുക മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിന്റെ ബഹുഭൂരിപക്ഷം തുകയും വഹിക്കാമെന്നേറ്റ് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന്റെ തുക വഹിക്കാമെന്നേറ്റ് സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ ഒരു നിശ്ചിത ശതമാനവും, അതുപോലെ ഈ നിർമ്മാണ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് GST ഒഴിവാക്കി കൊടുക്കാനും സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി ശരി അനുവദിച്ച് സമ്മതിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയില്ല. സർക്കാർ ഉത്തരവിറങ്ങുന്നതിൽ എന്താ മാർക്സിസ്റ്റ് പാർട്ടി കാലതാമസം വരുത്തുന്നത്? സർക്കാർ ഉത്തരവിറങ്ങുന്നതിൽ എന്താ സംസ്ഥാന ഗവൺമെന്റ് കാലതാമസം വരുത്തുന്നത്? ആ കാലതാമസം കാരണമല്ലേ നിരവധി ആളുകൾക്ക് ഭൂമി ഏറ്റെടുക്കപ്പെട്ടിട്ടില്ല. ആ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ പല അത്യാവശ്യങ്ങൾ, പെൺകുട്ടികളുടെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പകരം വാങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ആ ദുരിതത്തിലാക്കിയ ആളുകളോട്, അവരുടെ പ്രതിഷേധം നടത്തുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ പ്രതിഷേധം അത് ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിനെതിരാണ് നിങ്ങൾ എന്നാണ് ജനങ്ങൾ ധരിക്കുക. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി
നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.